Hello, I am Anuvi from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ അനാലിസിസിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെക്ക് വെദർ ദ വൺ സൈഡഡ് ലിമിറ്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ ജി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1/x അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സിസ്റ്റ് ഓർ നോട്ട്. 0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ വൺ സൈഡ് ലിമിറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് പ്രൂവ് ചെയ്യുന്നത് 0 എന്ന പോയിന്റിലാണ് നമ്മൾ ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ 0യുടെ ഒരു റൈറ്റ് ഹാൻഡ് നെയ്ബർഹുഡ്, ഒരു റൈറ്റ് ഹാൻഡ് നെയ്ബർഹുഡിലും ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണത്. കാരണം ഇപ്പോൾ സി എന്ന പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ആ സിയുടെ ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു നെയ്ബർഹുഡിലും ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിലൂടെ ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇല്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി ഇതാണ്. ഏത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനും ആ പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും വലുതായിരിക്കും അതിന്റെ എക്സ്പൊണൻഷ്യൽ. 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഇ റേസ് ടു ടി. ഈ ഐഡന്റിറ്റി നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യുന്നതാണ്. പല പ്രോബ്ലത്തിലും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ടിയേക്കാൾ വലുതാണ് ഇ റേസ് ടു ടി. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ 1/x ആണ്. 0 ആണ് നമ്മുടെ ലിമിറ്റ് ആ പോയിന്റ്, സി എന്ന പോയിന്റ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന പോയിന്റ്. അതുകൊണ്ട് ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും 1/x ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ 1/x എടുക്കാനുള്ള കാരണം എൻ്റെ ഫംഗ്ഷൻ ഇ റേസ് ടു 1/x ആയതുകൊണ്ടാണ്. ഇനി ഈ ഐഡന്റിറ്റി, അതായത് ടി ലെസ് ദാൻ ഇ റേസ് ടു ടി എന്ന ഐഡന്റിറ്റി ഈ 1/xന് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ 0 ലെസ് ദാൻ 1/x ലെസ് ദാൻ ഇ റേസ് ടു 1/x എന്ന് കിട്ടുന്നു. ഇനി നമ്മളൊരു സീക്വൻസ് xn എടുക്കുകയാണ്, 1/n എന്ന സീക്വൻസ്. എന്നിട്ട് g ഓഫ് xn, ജിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അത് ഇ റേസ് ടു 1/xn. അപ്പോൾ xnന്റെ റെസിപ്രോക്കൽ അതായത് n വരും. അപ്പോൾ ഇ റേസ് ടു n. n എന്ന് പറയുന്നത് നമ്മളൊരു നാച്ചുറൽ നമ്പർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഈ ടിയുടെ ഐഡന്റിറ്റി, ടി ലെസ് ദാൻ ഇ റേസ് ടു ടി എന്ന ഐഡന്റിറ്റി എന്നിനും വാലിഡ് ആണ്. അതായത് ഇ റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ എൻ. അതായത് ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതിനേക്കാളും വലിയ ജി ഓഫ് എക്സൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ജി എന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല റൈറ്റ് ഹാൻഡ് സൈഡിൽ. കാരണം നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് ബൗണ്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 0 ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനും നമ്മൾ എടുക്കുന്നത് സെയിം ഐഡന്റിറ്റി ആണ്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ആകുമ്പോൾ നമ്മൾ എക്സ് എടുക്കേണ്ടത് എക്സ് ലെസ് ദാൻ 0 എന്ന് എടുക്കണം. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി -1/x ഗ്രേറ്റർ ദാൻ 0 ആണ്. നോർമലി എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -x ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ പറയാറ്. -x ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ നമുക്കിവിടെ യൂസ്ഫുൾ ആകുന്നത് -1/x ആണ്. കാരണം നമ്മുടെ ഫംഗ്ഷൻ g ഓഫ് x ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1/x ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടി ലെസ് ദാൻ ഇ റേസ് ടു ടി എന്ന ഐഡന്റിറ്റി ഈ -1/xന് നമ്മൾ ഉപയോഗിക്കും. അതായത് 0 ലെസ് ദാൻ -1/x ലെസ് ദാൻ ഇ റേസ് ടു -1/x. ഇനി ഈ ഇന്നിക്വാളിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇന്നിക്വാളിറ്റി റിവേഴ്സ്ഡ് ആകും. അപ്പോൾ വലുത് ഏതാകും? ഇ റേസ് ടു -1/xന്റെ റെസിപ്രോക്കൽ. ഇ റേസ് ടു -1/xന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അത് 1/e റേസ് ടു -1/x, അതായത് ഇ റേസ് ടു 1/x. അപ്പോൾ അതാണ് ചെറുതാവുക. ഇനി -1/xന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ -x. അപ്പോൾ ഇ റേസ് ടു 1/x ലെസ് ദാൻ -x എന്ന് കിട്ടും ഈ ഇന്നിക്വാളിറ്റിയിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. ഇനി ഇവിടെ 0 ലെസ് ദാൻ ഇ റേസ് ടു 1/x നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം എക്സ്പൊണൻഷ്യൽ, അതായത് ഇ റേസ് ടു എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഈ എക്സ്
നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇ റേസ് ടു എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് നമുക്ക് 0 ലെസ് ദാൻ ഇ റേസ് ടു 1/x എന്നും കൂടെ എഴുതാൻ പറ്റിയത്. ഓക്കെ, ഇനി നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മൈനസ് എക്സ് 0യിലേക്ക് പോകുന്നു ആസ് എക്സ് ടെൻസ് ടു 0. അതുകൊണ്ട് നമുക്ക് പറയാം, അതുപോലെ ലെഫ്റ്റ് സൈഡിലും 0 ആണ്. അതുകൊണ്ട് ഇ റേസ് ടു 1/x, അതായത് ജി ഓഫ് എക്സ്, അത് 0യിലേക്ക് പോകുന്നു എന്ന് പറയാം ആസ് എക്സ് ടെൻസ് ടു -∞. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ട്, അത് 0 ആണ്. ആക്ച്വലി ഇതുപോലെ ഒരു പ്രോബ്ലം, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇല്ല, അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചിരുന്നു. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് sin 1/x എടുക്കണം എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, 0 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇത് തിരിച്ചുള്ള കേസ്. ഓക്കെ, താങ്ക് യു.